സ്നേഹമുള്ളവരെ, ലയോ 14 മാർപ്പാപ്പ 2026 മെയ് മാസം 15 തൻ്റെ മുൻഗാമിയായിരുന്ന ലയോ 13 മാർപ്പാപ്പയുടെ വിസ്തൃതമായിട്ടുള്ള ചാക്രിക ലേഖനം റേരും നവാരത്തിൻ്റെ 135 വർഷത്തോടനുബന്ധിച്ച് ആധുനിക ലോകത്തിന് വേണ്ടിയിട്ട് ഒരു ചാക്രിക ലേഖനം ഇറക്കി. ഈ ചാക്രിക ലേഖനത്തിൻ്റെ പേര് മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് എന്നാണ്. മനുഷ്യൻ്റെ മഹത്വത്തെ പറ്റിയാണ് ഈ ചാക്രിക ലേഖനം മുഴുവൻ പ്രതിപാദിക്കുന്നത്. ഈ AI യുഗത്തിൽ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതികത വന്നാലും മനുഷ്യ മഹത്വത്തിൻ്റെ മുകളിലല്ല ഒരു ശാസ്ത്ര സാങ്കേതികതയെന്നും ഏറ്റവും ഉപരിയായിട്ട് നിൽക്കേണ്ടത് മനുഷ്യൻ്റെ മഹത്വമാണ് എന്നും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെന്നുള്ളത് എണ്ണത്തിട്ടപ്പെടുത്താവുന്ന വസ്തുക്കൾ പോലെ പരിണമിക്കാൻ പാടില്ല. മനുഷ്യനെന്നുള്ള ഒരു പ്രൊജക്റ്റായിട്ട് മാറാൻ പാടില്ല. മനുഷ്യനെന്നുള്ളത് ഒരു വ്യക്തിയായിട്ട് തന്നെ, അന്തസ്സുള്ള വ്യക്തിയായിട്ട് തന്നെ മാറണം എന്നാണ് ചാക്രിക ലേഖനത്തിൽ ലയോ 14 മാർപ്പാപ്പ പറയുന്നത്. മാർപ്പാപ്പ ഇങ്ങനെ പറയാനുള്ള കാരണം ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ മനുഷ്യൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാനാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയും യേശു ലോകത്തിലേക്ക് വന്ന് മനുഷ്യത്വം സ്വീകരിച്ചതോടുകൂടെ തന്നെ മനുഷ്യൻ്റെ മഹത്വം സ്വർഗത്തോളം ഉയർത്തപ്പെട്ടു. യേശു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് മനുഷ്യത്വത്തെ നിഷേധിച്ചിട്ടോ ഇവിടെ ഉപേക്ഷിച്ചിട്ടോ അല്ല, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് സഭ വിശ്വസിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക. യേശുവിൻ്റെ ലോകത്തിലുള്ള വരവിൻ്റെ ഉദ്ദേശം അതായിരുന്നു. മനുഷ്യനെ വീണ്ടെടുത്തതിൻ്റെ ഉദ്ദേശം അതായിരുന്നു. യേശു ഇനി രണ്ടാം വരവിൽ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും മനുഷ്യ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അങ്ങനെ ആകണം. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും മനുഷ്യ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രക്രിയയുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറയുന്നത് സകല പിശാചുകളുടെ മുകളിൽ നിങ്ങൾക്ക് അധികാരവും ശക്തിയും തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അധികാരവും ശക്തിയും പിശാചുക്കളുടെ മുകളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ക്രൂരതകൾ അവസാനിപ്പിക്കുക, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും ദൈവത്തിൻ്റെ മുഖമുള്ളവനായിട്ട് കാണാനും പഠിപ്പിക്കുക എന്നാണ് അതിനർത്ഥം. പൈശാചിക ബന്ധനങ്ങളില്ലാത്ത ഒരാൾക്കും അതീവ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാൻ മനുഷ്യത്വമുള്ള ഒരാൾക്ക്, പിശാച് ബാധയില്ലാത്ത ഒരാൾക്ക് സാധിക്കില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ, 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ദേഹത്ത് 90ഓളം മുറിവുകളേൽപ്പിച്ച് ശ്വാസം പൊട്ടിച്ച് അതിക്രൂരമായിട്ട് കൊല്ലാനായിട്ട് മനുഷ്യത്വമുള്ള ഒരാൾക്കും സാധിക്കില്ല. പിശാച് ബാധ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ക്രൂരത ചെയ്യാനായിട്ടുള്ള മരവിച്ച മനസ്സിൽ കുടികൊള്ളുന്ന ദുഷ്ടതയാണ് പൈശാചികം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പിശാച് ബാധയെ തകർക്കുക എന്നുള്ളതാണ്. പിശാച് മനുഷ്യനെ ആയുധമാക്കുകയാണ് തൻ്റെ പൈശാചിക പ്രവർത്തികൾക്കും തൻ്റെ ക്രൂരതകൾക്കും. അതുകൊണ്ട് ഈശോ പറയും, നിങ്ങൾ പോയി ചെയ്യേണ്ടത് എല്ലാ പിശാചുക്കളുടെയും മുകളിൽ അധികാരവും ശക്തിയും ഉപയോഗിച്ച് മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവികതയെ വീണ്ടെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നീട് യേശു ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 72 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നുണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ പറയും, ഏതാ പിശാചുകൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഈശോ അന്നേരം പറയും, അങ്ങനല്ല, പിശാചുക്കളുടെ അടിത്തറ തന്നെ ഇറങ്ങിയിരിക്കുന്നു. ആകാശത്ത് നിന്ന് ഇടിമിന്നൽ പോലെ പിശാച് ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് പതിക്കുന്നത് ഞാൻ കണ്ടു. അടിത്തറ ഇളകിയിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. ഇങ്ങനെ പൈശാചികതയുടെ മുകളിൽ അധികാരവും ശക്തിയും അതേറ്റവും ഫലവത്തായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈശോ പറയും, പോകുന്ന ആളുകളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആരോടാണോ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് അവരും ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. പോകുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? സ്വന്തമായിട്ട് ഒന്നും കരുതാതിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ പരിപൂർണമായിട്ടും അവർ ആശ്രയിക്കണമെന്ന് മാത്രമല്ല,
അവർ ആരോടാണോ സുവിശേഷം പ്രസംഗിക്കുന്നത് അവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് തീരണം. അതെങ്ങനെയാ? എന്തെങ്കിലും കരുതരുത് എന്നുള്ളത്, അപ്പം കരുതരുത്, കൂടുതലായിട്ടുള്ള വസ്ത്രം കരുതരുത്, കൂടുതൽ ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന സഞ്ചികൾ കരുതരുത്, പണം കരുതരുത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്ത്, നിങ്ങളുടെ സഞ്ചിയിൽ നിന്നെടുത്ത് നിങ്ങൾ ചെയ്യുന്നിടത്ത് വിതരണം ചെയ്യും. അത് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കലല്ല, നിങ്ങളുടെ ഔദാര്യം പ്രസംഗിച്ച് നിങ്ങൾക്ക് പേര് കിട്ടുന്നതാകും. അതല്ല വേണ്ടത്. പിന്നെയോ, നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് നിങ്ങൾ കൊടുക്കരുത്. ആശയങ്ങൾ കൊടുക്കരുത്, സുവിശേഷത്തിൻ്റെ ആശയങ്ങളെ കൊടുക്കാവൂ, പണം കൊടുക്കരുത്. പിന്നെയോ, അങ്ങനെ ഒന്നും നിങ്ങൾ കൊടുത്തിട്ടായിരിക്കരുത് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. അവരുടെ കയ്യിലുള്ളത് എന്താണോ അതിനെ കർത്താവ് അങ്ങനെ വർദ്ധിപ്പിച്ച് അത്ഭുതം പ്രവർത്തിക്കുന്നത് അവർ കാണണം. എങ്ങനെയാ? 5 അപ്പം കയ്യിലുണ്ടായിരുന്ന ഒരു ബാലൻ, ആ ബാലൻ്റെ കയ്യിൽ 5 അപ്പം കർത്താവ് മേടിച്ച് ആശീർവദിച്ച് വിഭജിച്ച് അവർക്ക് വിതരണം ചെയ്യുമ്പോൾ 5000 പേര്, 5000 പുരുഷന്മാരും അവർക്കടുത്ത സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് തൃപ്തരായെന്ന് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ കാലഘട്ടത്തേക്കും ഉപയോഗിക്കാൻ വേണ്ടി 12 കുട്ട നിറയെ ശേഖരിച്ച് വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുത്ത് അത് കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിക്കപ്പെട്ട് ആശീർവദിച്ച് കഴിയുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടുന്നത് അവർ കാണണം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു സാധ്യതയില്ലാതാവും. അതുകൊണ്ടാണ് നിങ്ങളൊന്നും നിങ്ങളുടേതായിട്ട് എടുക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ ചെല്ലുന്ന ആളുകൾ ആരോടാണോ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് അവരും ചെയ്യേണ്ട കാര്യമുണ്ട്. അവർ സ്വീകരിക്കുക എന്നുള്ളത്. ആത്മീയ ശുശ്രൂഷകൾക്ക് അത് സൗജന്യമായിട്ട് കാണാതെ അമൂല്യമായിട്ട് കാണണം. ഒരു ശുശ്രൂഷയും സൗജന്യമാക്കപ്പെടരുത്. എല്ലാത്തിനും വില കൊടുക്കാനായിട്ട് തയ്യാറാകണം. ആർക്കാണോ ശുശ്രൂഷ ലഭിക്കുന്നത്, ശുശ്രൂഷ ലഭിക്കുന്നവർ അവർ സ്വീകരിക്കുന്നത് അമൂല്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയും അവരും വില കൊടുക്കണം. എങ്ങനെയാണ് വില കൊടുക്കേണ്ടത്? ആരാണോ ഇത് പ്രസംഗിക്കുന്നത് അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വസ്ത്രം, അവർക്ക് വേണ്ട സുരക്ഷിതത്വം, അവർക്കുള്ള സംരക്ഷണം, താമസ സ്ഥലം, ഇതെല്ലാം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ്, വില കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി കൂടുന്നത്. അതായത് ലഭിക്കുന്നത്, കൊടുക്കുന്നത് അമൂല്യമാണ്, സ്വീകരിക്കുന്നതും അമൂല്യമാണ്. അതുകൊണ്ട് ഇതിന് വില, ഈ അമൂല്യമായിട്ടുള്ളതിന് നിങ്ങൾക്ക് വില കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും തരുന്നവർ അമൂല്യമായിട്ടുള്ളത് തരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ വില കൊടുക്കണം. അവരെ നിങ്ങൾ സ്വീകരിക്കണം, അവരെ നിങ്ങൾ സംരക്ഷിക്കണം. ഇങ്ങനെ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ഇവരുടെ ഇടയിലുള്ള അവരുടെ ഇടയിലുള്ള ഒരു തരത്തിലുള്ള സ്നേഹവും ഐക്യവും, അവരുടെ ഇടയിലുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങൽ അമൂല്യമാണ് എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ തന്നെ ചെയ്യുമ്പോഴാണ് സുവിശേഷം ഫലവത്തായി തീരുന്നത് അത്രേ. അതിനാൽ തന്നെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും അയക്കപ്പെട്ടിരിക്കുന്നവരാ. എന്തിനു വേണ്ടിയിട്ട്? പിശാചിൻ്റെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി. സകല പിശാചുക്കളുടെയും അധികാരവും ശക്തിയും ലഭിച്ചിരിക്കുന്നതാണ് നമ്മൾ. എന്തിനു വേണ്ടി? മനുഷ്യൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം മനുഷ്യ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കട്ടെ. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന ഒന്നാമത് ഈ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ്. അതാണ് സഭയുടെ ഉത്തരവാദിത്വം, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇട്ടിരിക്കുന്ന അമൂല്യദാനമായിട്ടുള്ള സുവിശേഷം അത് കൊടുക്കാനും, അത് വേണ്ട രീതിയിൽ വിലമതിപ്പോടുകൂടെ അത് സ്വീകരിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും 1 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.